ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് സിവിൽ സ്റ്റേഷനും പരിസരവും മാലിന്യമുക്തമാക്കാൻ പുതിയ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ക്ലീൻ ഡ്രൈവ് ശ്രദ്ധേയമായി. മുഴുവൻ ജീവനക്കാരും ഇതിൽ പങ്കാളികളായതും മാതൃകയായി. സർക്കാർ ജീവനക്കാരും സന്നദ്ധ സംഘടനകളും മാലിന്യമുക്ത നാടിനായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. ഗവൺമെന്റ് മാറിയാൽ നയത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിയാണ് ഇന്നുള്ളതെന്ന് MP രാജേഷ് MP. ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ സമ്മേളനം കോഴിക്കോട്ട്. ക്ലീൻ ഡ്രൈവ് പരിപാടികൾക്ക് തുടക്കം. സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടവൽക്കരണത്തോടൊപ്പം വർഗീയവൽക്കരണവും നടത്തുകയാണെന്നും പാഠ്യപദ്ധതികൾ പോലും വിഭജിച്ചു നൽകുകയാണെന്നും NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. വാർത്തകൾ വിശദമായി. സിവിൽ സ്റ്റേഷനും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള ക്ലീൻ ഡ്രൈവ് പരിപാടികൾക്ക് തുടക്കം. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ കൂമ്പാരത്തിന് പേരുകേട്ട സർക്കാർ ഭൂമിയാണ് സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ട്. വിവിധ കേസുകളിൽപ്പെട്ട് പിടിച്ചിട്ട വാഹനങ്ങൾ ഒരു വശത്ത്, സിവിൽ സ്റ്റേഷനിൽ നിന്നും പുറന്തള്ളുന്ന കുപ്പികളും കടലാസുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റൊരു വശത്ത്. കാട് മൂടിക്കിടക്കുന്ന വാഹനങ്ങളെ ഒന്ന് തൊട്ടുനോക്കിയാൽ പോലും മനസ്സിലാവില്ല. ക്യാന്റീന് പിറകിലുള്ള സ്ഥിതിയും അത്ര മോശമല്ല. ആകപ്പാടെ മലിനമയം. നല്ലതിനേക്കാൾ കൂടിയ അളവിൽ മോശപ്പെട്ട കാര്യങ്ങൾ വർദ്ധിച്ചപ്പോഴാവണം ക്ലീൻ ഡ്രൈവ് എന്ന പേരിൽ ശുചിത്വ പദ്ധതി സർക്കാർ ജീവനക്കാരുടെയും ജില്ലാ ശുചിത്വ മിഷന്റെയും ആഭിമുഖ്യത്തിൽ ആവിഷ്കരിച്ചത്. വേങ്ങേരി നിറവിന്റെ സഹകരണത്തോടുകൂടിയായിരുന്നു ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചത്. രാവിലെ തന്നെ ജീവനക്കാർ ശുദ്ധികലശം തുടങ്ങി. തൂമ്പായും മറ്റു ശുചീകരണ ആയുധങ്ങളുമായി വേങ്ങേരി നിറവിന്റെ പ്രവർത്തകരും ഒപ്പം പ്രൊവിഡൻസ് കോളേജിലെ NSS വിദ്യാർത്ഥികളും എത്തി. 10 മണിയോടെ സംഭവസ്ഥലത്ത് ജില്ലാ കളക്ടർ N പ്രശാന്തും വന്നെത്തി. അദ്ദേഹവും എടുത്തു വലിയൊരു തൂമ്പ. മാലിന്യങ്ങൾ ചാക്കിൽ കോരി നിറച്ചു. ഒപ്പം ഉത്സാഹത്തോടെ ജീവനക്കാരും കൂടി. കലക്ടറുടെ ഊഴം കഴിഞ്ഞപ്പോൾ റവന്യൂ മന്ത്രി അടൂർ പ്രകാശും കലക്ടറേറ്റിലെത്തി. കയ്യുറ ധരിച്ച് ക്ലീൻ ഡ്രൈവിൽ അദ്ദേഹവും പങ്കാളിയായി. ക്ലീൻ ഡ്രൈവിന്റെ ഔപചാരിക ഉദ്ഘാടനവും റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചു. പിന്നീട് കലക്ടർക്കൊപ്പം സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ടും മന്ത്രി സന്ദർശിച്ചു. എല്ലാ സ്ഥലത്തും മാലിന്യ ശേഖരണവും കാട് വെട്ടിത്തെളിക്കലും തകൃതിയായി നടക്കുന്നു. പ്രൊവിഡൻസ് കോളേജിലെ 200ഓളം NSS വിദ്യാർത്ഥികളാണ് ശുചീകരണത്തിൽ ജീവനക്കാർക്കൊപ്പം പങ്കാളികളായത്. ക്ലീൻ ഡ്രൈവിൽ വേങ്ങേരി നിറവിലെ പ്രവർത്തകരും ജില്ലാ ശുചിത്വ മിഷൻ അംഗങ്ങളും റവന്യൂ റിക്രിയേഷൻ ക്ലബിലെ അംഗങ്ങളും പങ്കെടുത്തു. ഗവൺമെന്റ് മാറിയാലും നയത്തിൽ മാറ്റമുണ്ടാകരുത് എന്നതാണ് നിലവിലെ നിയമമെന്നും നയങ്ങൾക്ക് മാറ്റം സംഭവിച്ചാൽ തന്നെ അത് അക്രമാസക്തമായി മാറുമെന്നും MP രാജേഷ് ടൌൺഹാളിൽ നടന്ന ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് മാറിയാലും നയത്തിൽ മാറ്റമുണ്ടാകരുത് എന്നതാണ് നിലവിലെ നിയമമെന്ന് MP രാജേഷ് MP ടൌൺഹാളിൽ നടന്ന ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക്, ഇൻഷുറൻസ് തുടങ്ങിയ ധനകാര്യ മേഖലകളിൽ വലിയ തോതിലുള്ള വിദേശ നിക്ഷേപത്തിന് വഴിയൊരുക്കുന്നത് മൂലം തകരാൻ പോകുന്നത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിലെ എല്ലാ മേഖലകളുമാണ് എന്ന് MP പറഞ്ഞു. അത് ബാങ്ക് ധനകാര്യ മേഖലകളിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ എല്ലാ മേഖലകളും കോർപ്പറേറ്റുകൾക്ക്, ഇന്ത്യയിലും വിദേശിയുമായിട്ടുള്ള കോർപ്പറേറ്റുകൾക്ക് മൂലധനത്തിന് തുറന്നിട്ട് കൊടുക്കുന്ന പ്രക്രിയയ്ക്ക് ഗതിവേഗം വർദ്ധിച്ച ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബെഫിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ
യൂണിയൻ പ്രസിഡന്റ് CN നന്ദകുമാർ അധ്യക്ഷം വഹിച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തീവ്ര ഹിന്ദുത്വ, തീവ്ര വലതുപക്ഷ നയങ്ങൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്ന സമയത്താണ് സ്റ്റാഫ് യൂണിയൻ അതിന്റെ 12ാം ദേശീയ സമ്മേളനം ശനി, ഞായർ ദിവസങ്ങളിൽ നടത്തുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. വിദേശ നിക്ഷേപത്തിനുള്ള ഓർഡിനൻസും കൽക്കരി വ്യവസായത്തെ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ഓർഡിനൻസും മറ്റും കാണിക്കുന്നത് സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നീക്കങ്ങളാണെന്ന് സംഘടന അഭിപ്രായപ്പെട്ടു. BF പ്രസിഡന്റ് CJ നന്ദകുമാർ, ഷാജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി പോലീസിന്റെ ഡോഗ് സ്ക്വാഡിലെ സ്നിഫർ ഡോഗായ ബെഡ്ഡിയുടെ വിശേഷങ്ങളാണ് ഇനി. ലാബ്രഡോർ വിഭാഗത്തിൽപ്പെട്ട ഈ ശ്വാന പ്രതിഭ സിറ്റി പോലീസിന് നേടിക്കൊടുത്തത് സ്വർണ്ണ പതക്കമാണ്. തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ നടന്ന 58ാമത് സംസ്ഥാന ഡ്യൂട്ടി മീറ്റിലാണ് 20ഓളം ശ്വാനന്മാരോട് മത്സരിച്ച് വെളുത്ത തുടുത്തു സുന്ദരിയായ ബെഡ്ഡി മെഡലണിഞ്ഞത്. 1.5 വയസ്സ് പ്രായമുണ്ട് ബഡ്ഡി എന്ന സുന്ദരിക്കുട്ടിക്ക്. 3 മാസം പ്രായമുള്ളപ്പോൾ ഡോഗ് സ്ക്വാഡിലെ അംഗമായതാണ്. പിന്നീട് തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ 6 മാസത്തെ പരിശീലനം കഴിഞ്ഞ സേനയിലെ അവിഭാജ്യ ഘടകമായി. മനുഷ്യനുമായി ഏറ്റവും നന്നായി ഇണങ്ങുന്ന ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് ബഡ്ഡി. സ്വതവേ ശാന്തപ്രകൃതം. യജമാനന്മാരോടുള്ള അനുസരണയും കണ്ടുപഠിക്കണം. കാണുമ്പോലെ അത്ര നാണം കുണിയൊന്നുമല്ല ബഡ്ഡി. ഡോഗ് സ്ക്വാഡിലെ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷിനൊപ്പം അല്പം അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചു ഈ മിടുക്കി ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപിൽ. പോലീസ് അക്കാദമിയിൽ ഫെബ്രുവരി 27, 28 തീയതികളിലായി നടന്ന ഡോഗ് സ്ക്വാഡിലെ ശ്വാനന്മാർക്ക് വേണ്ടി നടത്തുന്ന മത്സരത്തിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡൽ നേടിയാണ് ബഡ്ഡി അഭിമാനമായത്. സ്ഫോടക വസ്തുക്കൾ മണത്തറിയാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന സ്നിപ്പർ വിഭാഗത്തിൽപ്പെട്ട ഡോഗാണ് ബഡ്ഡി. ബഡ്ഡിയെ കൂടാതെ 5 ശ്വാനന്മാർ വേറെയുമുണ്ട് സിറ്റി പോലീസിന്റെ ഡോഗ് സ്ക്വാഡിന്. 2 ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിലുള്ളതും 3 ലാബ്രഡോർ വിഭാഗത്തിൽപ്പെട്ടതും. ഡോഗ് സ്ക്വാഡ് ASI മനോജിന്റെ കീഴിലാണ് ശ്വാനന്മാരുടെയെല്ലാം അഭ്യാസവും പരിശീലനവും. മികച്ച പ്രകടനം നടത്തി ഡോഗ് സ്ക്വാഡിന്റെ അഭിമാനമുയർത്തിയ ബഡ്ഡിയെ കാത്തിരിക്കുന്നത് വലിയൊരു അവസരവുമാണ്. അഖിലേന്ത്യാ തലത്തിൽ പഞ്ചാബിൽ നടക്കുന്ന ഡ്യൂട്ടി മീറ്റിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബഡ്ഡി ഇപ്പോൾ. 1.5 ലിറ്റർ പാലും 700 ഗ്രാം ഡ്രൈ ഫ്രൂട്ടുമാണ് ഒരു ദിവസത്തെ ഭക്ഷണം. ബഡ്ഡിയെക്കുറിച്ച് ഡോഗ് സ്ക്വാഡിലെ ASI മനോജ് പറയുന്നത് ഇങ്ങനെ: 9 മാസത്തെ ട്രെയിനിങ്ങിനിടയിലും അവിടെ നടന്ന ഏറ്റവും നല്ല ബെസ്റ്റ് സ്നിപ്പർ ഡോഗായിട്ട് തെരഞ്ഞെടുത്തത് ഈ ബഡ്ഡിയാണ്. അതിനുശേഷം ഈ 58ാമത് ദേശീയ സംസ്ഥാന പോലീസ് മേളയോടനുബന്ധിച്ച് കെപ്പയിൽ നടന്ന മത്സരത്തിൽ ഏകദേശം 20ഓളം ഡോഗുകളെ പിന്നിലാക്കി ബഡ്ഡി സ്നിപ്പർ വിഭാഗത്തിൽ ഫസ്റ്റ് ഹീറ്റ് ലഭിക്കുകയും പിന്നെ അടുത്ത മാസം പഞ്ചാബിൽ നടക്കുന്ന ദേശീയ മീറ്റിനോടനുബന്ധിച്ച് പഞ്ചാബിലേക്ക് കേരളത്തെ പ്രതികരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. 8ഓളം സിവിൽ പോലീസ് ഓഫീസർമാരാണ് സിറ്റി പോലീസിന്റെ ഡോഗ് സ്ക്വാഡിലുള്ളത്. സീനിയർ CPOമാരായ സനൽ, ശിവദാസൻ, ജയപ്രകാശ്, CPOമാരായ സന്തോഷ്, ജിതേഷ്, ബൈജു എന്നിവരും. സന്തോഷാണ് ബഡ്ഡിയുടെ ട്രെയിനറായി മത്സരത്തിൽ പങ്കെടുത്തത്. വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടവൽക്കരണത്തോടൊപ്പം വർഗീയവൽക്കരണം നടത്തുകയാണെന്നും പാഠ്യപദ്ധതികൾ പോലും ഓരോ മതവിഭാഗങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുകയാണെന്നും NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടവൽക്കരണത്തോടൊപ്പം വർഗീയവൽക്കരണം നടക്കുകയാണ്. പാഠ്യപദ്ധതികൾ പോലും ഓരോ മതവിഭാഗങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ സ്കൂളുകൾ വീതം വെക്കുന്നതാണ്, സമുദായങ്ങൾക്ക് കൊടുക്കുന്നതാണ് സർക്കാർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അതുകൊണ്ട് അതുകൂടാതെ തന്നെ പാഠ്യപദ്ധതി പോലും ഓരോ ജാതിക്കുമായി കൊടുത്തിരിക്കുക. നമ്മുടെ ജാതിക്ക് വേണ്ടി സിലബസ് എന്നും നല്ല മാതൃകകൾ നൽകാൻ കഴിഞ്ഞിരുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പോലും അനഭിലഷണീയ പ്രവണതകൾ വേരുറയ്ക്കുകയാണ്. കോർപ്പറേറ്റ് സാന്നിധ്യവും മതജാതി മേൽക്കോയ്മയും വിദ്യാഭ്യാസത്തിന്റെ നന്മയെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. NSTA പ്രസിഡന്റ് ബേബി വാസൻ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മുക്കം മുഹമ്മദ്, KP രാമനാഥൻ, പ്രഭാകരൻ K, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, റഫീഖ് പാണപ്പുഴ, TJ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം.
പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. 1000 ഭാരതീയ ഗ്രാമങ്ങളിൽ നിന്നും നെയ്തെടുത്ത കോട്ടൺ കളക്ഷനുകളുടെ അദ്ഭുത ശേഖരവുമായി കല്യാൺ സെൽസ് ഒരുക്കുന്നു ബിഗ് കോട്ടൺ ഫെസ്റ്റ്. ഓരോ ദിവസവും ഫാഷനബിൾ ആക്കാൻ 150 രൂപ മുതൽ കാഷ്വൽ കോട്ടൺ, ഈ സമ്മർ ഡേയ്സ് സ്കൂൾ ഡേയ്സ് ആക്കാൻ 200 രൂപ മുതൽ ടീൻ കോട്ടൺ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകാൻ 250 രൂപ മുതൽ ഓഫീസ് കോട്ടൺ. പട്ടിന്റെ പ്രൗഢീനി കോട്ടണിലുമാകാം. 1000 രൂപ മുതൽ പാർട്ടി കോട്ടൺ, 150 രൂപ മുതൽ 4000 രൂപ വരെയുള്ള 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സെൽസ്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിൽ സമരസംഗമം നടന്നു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV സതീഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ശമ്പള പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്തുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, ജീവനക്കാരുടെയും അധ്യാപകരുടെയും നിയമനം, സ്ഥലമാറ്റം എന്നിവ പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ. സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ടിൽ നിന്നും പ്രതിഷേധ മാർച്ച് നടത്തിയാണ് പ്രവർത്തകർ കളക്ടറേറ്റിന് മുൻപിലെത്തിയത്. തുടർന്ന് നടന്ന ധർണ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാരും തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നവരോ ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. അസോസിയേഷൻ ഫോർ എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് K നൂർ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അബ്ദുറഹ്മാൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K സക്കറിയ, FITU ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ തുടങ്ങിയവരും ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സമരസംഗമത്തിൽ പങ്കാളികളായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. തൂണേരിയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്ന കാര്യം പരിശോധിക്കുമെന്ന് കളക്ടർ N പ്രശാന്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കളക്ടർ. തൂണേരിയിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ വിലാപയാത്ര കടന്നുപോയ ഉടനെ ഓർക്കാട്ടേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കു നേരെ ആക്രമണമുണ്ടായെന്നും വ്യാപാരികൾക്കു നാശനഷ്ടമുണ്ടായെന്നും ഒരു വ്യാപാരി പരാതി പറഞ്ഞിരുന്നു. തൂണേരിയിലും പരിസര പ്രദേശങ്ങളിലും വീടുകൾക്കു മാത്രമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടതെന്നും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശമുണ്ടായ കാര്യം ഇപ്പോഴാണ് അറിയുന്നതെന്നും ഇക്കാര്യം പരിശോധിക്കാമെന്നും കലക്ടർ ഉറപ്പു നൽകി. ജില്ലയിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. പല വൻ നഗരങ്ങളിലും കച്ചവടത്തിനു മാത്രമായി തെരുവുകളുണ്ട്. അത് ഇവിടെയും പരീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ആവശ്യമായ ചർച്ചകളിലൂടെ വേണ്ട നടപടി സ്വീകരിക്കും. അങ്ങാടികളിലെ മാലിന്യ പ്രശ്നം, കടകമ്പോളങ്ങൾക്കു നേരെയുള്ള ആക്രമം, വാറ്റ് നിയമത്തിന്റെ പേരുള്ള വ്യാപാരി പീഡനം, റോഡ് വികസനത്തിൽ കട നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും, തെരുവു കച്ചവടം മുതലായ കാര്യങ്ങളിൽ വ്യാപാരികളുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കും. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ അധ്യക്ഷം വഹിച്ചു. അഷ്റഫ് മുത്തേടത്ത്, ജോസ് ചെറുവള്ളിൽ, കപ്പേടത്ത് ചന്ദ്രൻ, O ചന്ദ്രൻ, CJ ടെന്നിസൺ, PK ബാപ്പു ഹാജി, P അശോകൻ എന്നിവർ സംസാരിച്ചു. നഗരങ്ങളിലെ ഗതാഗതക്കുരുക്കിൽ നിന്ന് രോഗിയെ രക്ഷിക്കാൻ നൂതന സ്മാർട്ട് ആംബുലൻസ് ട്രാഫിക് സിസ്റ്റം എന്ന സംവിധാനമൊരുക്കി ശ്രദ്ധാകേന്ദ്രമാവുകയാണ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനികൾ. ആംബുലൻസിനുള്ളിൽ തന്നെ രോഗിയുടെ പരിചരണവും ഗതാഗത നിയന്ത്രണവും സാധ്യമാക്കുന്ന പുതിയ സാങ്കേതികവിദ്യയാണ് ആംബുലൻസിന്റെ പ്രത്യേകത. ആംബുലൻസിനുള്ളിൽ തന്നെ രോഗിയുടെ പരിചരണം സാധ്യമാക്കുന്ന പേഷ്യന്റ് മോണിറ്ററിംഗ് സിസ്റ്റം, രോഗിയുടെ ഹാർട്ട് റേറ്റ്, ഊഷ്മാവ്, BP, ബ്ലഡ് ലെവൽ തുടങ്ങിയ വിവരങ്ങൾ യഥാസമയം ആംബുലൻസിലും ഹോസ്പിറ്റലിലും ഡോക്ടറുടെ മൊബൈലിലേക്കും അയക്കുന്ന സംവിധാനമാണിത്. അതുവഴി രോഗിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച നിർദ്ദേശങ്ങൾ നൽകാൻ ഡോക്ടർക്ക് കഴിയുന്നു. ഡോക്ടറുമായി വീഡിയോ സംഭാഷണം നടത്താനുള്ള സൌകര്യവും ഇതിലുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു.
റിമോട്ട് ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ച് ട്രാഫിക് ജംഗ്ഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആംബുലൻസ് പോകേണ്ട വഴി ഗ്രീൻ സിഗ്നലാക്കി ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നു. ആംബുലൻസിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള റിമോട്ട് കൺട്രോൾ മെക്കാനിസമാണ് ഇത് സാധ്യമാക്കുന്നത്. റിമോട്ട് കൺട്രോൾ സ്വിച്ച് അമർത്തുമ്പോൾ ട്രാഫിക് ജംഗ്ഷനിൽ അലർട്ട് ഏർപ്പെടുത്തുവാനും ഇതിലൂടെ കഴിയും. രോഗിയെ ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിക്കുവാനും കഴിയുന്നു. മൈക്രോ കൺട്രോളർ, GSM, RF, വയർലെസ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളുമായാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഹജ്ജ് അപേക്ഷകളിൽ റെക്കോർഡ് വർധന. ഇതാദ്യമായാണ് കേരളത്തിൽ നിന്ന് അപേക്ഷകളുടെ എണ്ണം 60,000 കവിയുന്നത്. ഓൺലൈൻ അപേക്ഷകളുടെ നടപടി കൂടി പൂർത്തിയാകുന്നതോടെ അപേക്ഷകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള നടപടികൾ പൂർത്തിയായപ്പോൾ 64,338 പേരാണ് കേരളത്തിൽ നിന്ന് അപേക്ഷകൾ നൽകിയത്. കൂടാതെ ഇത്തവണ ആദ്യമായി ഓൺലൈൻ മുഖേന അപേക്ഷിക്കാനുള്ള അവസരവും ഏർപ്പെടുത്തിയിരുന്നു. ഓൺലൈൻ അപേക്ഷകളുടെ നടപടി കൂടി പൂർത്തിയാകുന്നതോടെ അപേക്ഷകരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. ഹജ്ജിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന നടപടി അവസാനിച്ചിരിക്കുകയാണ്. മൊത്തം 64,338. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. അതേസമയം കേരളത്തിന് അനുവദിച്ചിട്ടുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തത് ഹജ്ജ് അപേക്ഷകർക്ക് തിരിച്ചടിയാകും. ഇത്തവണയും കൂടുതൽ സീറ്റുകൾക്കായി അപേക്ഷകൾ നൽകിയിട്ടുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പരമാവധി ആളുകൾക്ക് അവസരം ലഭിക്കുന്നതിന് മറ്റു സംസ്ഥാനങ്ങളിൽ ബാക്കി വരുന്ന കോട്ട മുൻഗണനാടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിന് നൽകണമെന്ന് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും കേരള സർക്കാരും നിരന്തരമായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോട് വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് ഇതുവരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 1,36,000 സീറ്റുകളാണ് രാജ്യത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 1,00,000-ഓളം സീറ്റുകൾ ഹജ്ജ് കമ്മിറ്റികൾക്കും മറ്റുള്ളവ സ്വകാര്യ ഹജ്ജ് സംഘങ്ങൾക്കും നൽകും. നിലവിൽ കേരളത്തിൽ നിന്ന് 70 വയസ്സു കഴിഞ്ഞവർക്കും 5ാം വർഷ അപേക്ഷകർക്കും മാത്രമാണ് ഹജ്ജ് യാത്ര ഉറപ്പുള്ളത്. 4ാം വർഷ അപേക്ഷകരെ നറുക്കെടുത്ത് തീരുമാനിക്കും. ഈ വർഷം അധിക സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ 1,00,000-ലധികം പേർ പുറത്താകും. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പരീക്ഷാ ഹാളിൽ നിന്ന് പിടിച്ചിറക്കി ബസ് ജീവനക്കാർ +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. മലപ്പുറം ചുള്ളിക്കോട് GVHSS സ്കൂളിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ MK മുബാറക്ക് മനോനില തെറ്റിയ നിലയിലാണ്. സംഭവത്തിൽ ചൈൽഡ് ലൈനും കൊണ്ടോട്ടി പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയ മുബാറക്ക് വീട്ടിൽ തിരിച്ചെത്തുന്നത് ഈ രൂപത്തിലാണ്. എപ്പോഴും പേടിയും ഉപദ്രവിക്കരുതെന്ന അപേക്ഷയും മാത്രം. സ്കൂളിലേക്ക് വരും വഴി ബസ്സിൽ വെച്ചുണ്ടായ തർക്കമാണ് ക്രൂരമർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. ഇതിനുശേഷം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കെ ബസ്സിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള സംഘമെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുബാറക്കിനെ മർദ്ദിക്കുകയായിരുന്നു. ക്ലാസ് പോയാല് 3 ആൾക്കാർ വന്നുകൊണ്ട് ക്ലാസ്സിന് പിടിച്ചിറക്കിയാണ്ട് 12 ആൾക്കാർ കൂടിയാണ്ട് സ്കൂൾ കൊമ്പുടുന്ന് തല്ലി. 3 പേർ ക്ലാസ് റൂമിലേക്ക് അതിക്രമിച്ച് കയറി വന്ന് പിടിച്ചിറക്കി സ്കൂൾ കോമ്പൗണ്ടിലുള്ള ഒരു മഹാഗണി മരത്തിന്റെ ചുവട്ടിൽ വെച്ച് 12ഓളം വരുന്ന സാമൂഹ്യ വിരുദ്ധർ അതിക്രൂരമായി മർദ്ദിച്ച്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുബാറക്കിന്റെ നട്ടലിനും പരിക്കേറ്റിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി വരുന്ന ദിവസം മുബാറക്കിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. സംഭവത്തിൽ ചൈൽഡ് ലൈനും കൊണ്ടോട്ടി പോലീസും കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു. ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി ആർട്ട് ഗാലറിയിൽ മെയ് ദിന പോസ്റ്റർ പ്രദർശനം ആരംഭിച്ചു. ബെഫി മുൻ പ്രസിഡന്റ് AK രമേശ് ഉദ്ഘാടനം ചെയ്തു.
ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി തൊഴിൽ നിയമ ഭേദഗതികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ടൗൺഹാളിൽ നടന്ന പരിപാടിയിൽ എം പ്രഭാകരൻ വിഷയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ വി സുരേഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. ബെഫി ജില്ലാ സെക്രട്ടറി ഇ ദേവദാസൻ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ പി എസ് സന്തോഷ് നന്ദിയും പറഞ്ഞു. പരിപാടികളുടെ ഭാഗമായി കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ മെയ് ദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളുടെ പ്രദർശനം ആരംഭിച്ചു. ബെഫി മുൻ പ്രസിഡന്റ് എ കെ രമേശ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ അജയൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ കെ ജെ തോമസ് സ്വാഗതം പറഞ്ഞു. പ്രദർശനം 10-ന് സമാപിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. നാഷണൽ വിമൻസ് ഫ്രണ്ട് ഈ വനിതാ ദിനത്തിൽ ദേശവ്യാപകമായി സ്ത്രീ വിദ്യാഭ്യാസം രാഷ്ട്രത്തിന്റെ അഭിമാനം എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന ഘടകം ചൂഷണരഹിത വനിതാ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക എന്ന പ്രമേയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കോഴിക്കോട് കിൺസൺ കോർണറിൽ മാർച്ച് 8-ന് ഞായറാഴ്ച വൈകിട്ട് വനിതാ കൂട്ടായ്മ നടത്തും. അഡ്വക്കേറ്റ് എം ടി പത്മ, ജാനമ്മ കുഞ്ഞുണ്ണി, അഡ്വക്കേറ്റ് എം പത്മാവതി, ഷബ്ന സിയാദ്, പി കെ റംല, പി അംബിക തുടങ്ങിയവർ പങ്കെടുക്കും. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാലിക്കറ്റിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെയും വനിതാ ദിനത്തിന്റെയും ഭാഗമായി JCI കാലിക്കറ്റ് വനിതാ വിഭാഗവും രാജ്യത്തെ ആദ്യത്തെ പ്രൊഫഷണൽ കൈറ്റ് ടീമായ വൺ ഇന്ത്യ കൈറ്റ് ടീം സംയുക്തമായി സ്ത്രീകൾക്കുവേണ്ടി വലിയ പട്ടങ്ങൾ എങ്ങനെ പറത്താമെന്ന പരിശീലനം നൽകുന്നു. മാർച്ച് 8-ാം തീയതി വൈകുന്നേരം 2:30 മുതൽ 5:30 വരെ ബീച്ചിൽ ഓപ്പൺ സ്റ്റേജിന് സമീപത്ത് വെച്ച് പരിശീലനം നൽകുന്നതാണ്. താൽപര്യമുള്ളവർ 9495785588 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും സംഘാടകർ പറഞ്ഞു. സമീപകാലത്ത് മാധ്യമങ്ങൾ വാക്സിൻ വിരുദ്ധ പ്രചരണങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ഈ വിഷയത്തിലെ വസ്തുതകൾ വെളിവാക്കിക്കൊണ്ടുള്ള വിശദീകരണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന പ്രവണത ഏറിവരുന്നതിൽ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള ശാഖ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ മുൻനിർത്തി വാക്സിൻ വിഷയത്തിൽ ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സന്തുലിതമായ ഒരു മാധ്യമ സംസ്കാരം ആരോഗ്യ വാർത്താ പരിപാടികളിൽ അവലംബിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവൺമെന്റ് മാറിയാൽ നയത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിയാണ് ഇന്നുള്ളതെന്ന് MP രാജേഷ് MP. ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ സമ്മേളനം കോഴിക്കോട്ട്. ക്ലീൻ ഡ്രൈവ് പരിപാടികൾക്ക് തുടക്കം. സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടവൽക്കരണത്തോടൊപ്പം വർഗീയവൽക്കരണവും നടത്തുകയാണെന്നും പാഠ്യപദ്ധതികൾ പോലും വിഭജിച്ചു നൽകുകയാണെന്നും NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.